പാകിസ്ഥാൻ കരസേനാ മേധാവി അസിം മുനീറിനെ വധിക്കാൻ ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് പദ്ധതിയിട്ടതായി വെളിപ്പെടുത്തൽ. അമേരിക്ക ഇറാൻ സമാധാന ചർച്ചയ്ക്കായി സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിനെത്തിയ അസിം മുനീറിനെ വധിക്കാനാണ് മൊസാദ് പദ്ധതിയിട്ടതെന്ന് ബ്രസീലിയൻ മാധ്യമ പ്രവർത്തകനാണ് വെളിപ്പെടുത്തിയത്. അസിം മുനീറിന് പുറമെ കൂടെയുണ്ടായിരുന്ന പാക് പ്രതിനിധി സംഘത്തെ വധിക്കാനും പദ്ധതിയിട്ടെന്നാണ് പെപ്പെ എസ്കോബാർ എന്ന മാധ്യമ പ്രവർത്തകന്റെ ഗുരുതര വെളിപ്പെടുത്തൽ. ഒരു പോഡ്കാസ്റ്റ് ഷോയിലാണ് എസ്കോബാർ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. വെളിപ്പെടുത്തലിന്റെ വീഡിയോ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് അസിം മുനീറിനെ വധിക്കാൻ മൊസാദ് പദ്ധതി തയ്യാറാക്കിയതെന്ന് പെപ്പെ എസ്കോബാർ പോഡ്കാസ്റ്റിൽ പറയുന്നു. എന്നാൽ പാകിസ്ഥാന്റെ സൈനിക രഹസ്യാന്വേഷണ വിഭാഗം ഈ വിവരം ചോർത്തുകയും പദ്ധതി പരാജയപ്പെടുത്തുകയുമായിരുന്നുവെന്നും എസ്കോബാർ അവകാശപ്പെടുന്നു. മൊസാദിന്റെ നീക്കത്തെക്കുറിച്ച് വധശ്രമത്തെക്കുറിച്ചുമുള്ള വിശ്വസനീയമായ വിവരങ്ങൾ ലഭിച്ചയുടൻ പാകിസ്ഥാൻ മധ്യസ്ഥർ വഴി ഇസ്രയേലിന് കടുത്ത മുന്നറിയിപ്പ് നൽകിയെന്നാണ് എസ്കോബാർ പറയുന്നത്. ഞങ്ങളുടെ പ്രതിനിധി സംഘത്തെ തൊട്ടാൽ ഇസ്രയേലിനെ ലോകഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കുമെന്നായിരുന്നു അത്രേ പാകിസ്ഥാന്റെ മുന്നറിയിപ്പ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഒപ്പുവെച്ച പ്രാഥമിക കരാറിന്റെ തുടർച്ചയായി സ്വിറ്റ്സർലൻഡിൽ നടന്ന ഉന്നതതല ചർച്ചകളിൽ മധ്യസ്ഥരും ഗ്യാരന്റർമാരുമായാണ് പാകിസ്ഥാൻ സംഘം പങ്കെടുത്തത്. US വൈസ് പ്രസിഡന്റ് JD വാൻസ് അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്ത ചർച്ചയായിരുന്നു അത്. അതേസമയം പെപ്പ എസ്കോബാറിന്റെ ഈ വെളിപ്പെടുത്തൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി എങ്കിലും മൊസാദിന്റെ നീക്കം വെളിവാക്കുന്ന ഔദ്യോഗിക തെളിവുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഈ ആരോപണം പാകിസ്ഥാൻ അധികൃതർ പൂർണ്ണമായും തള്ളിയിട്ടുണ്ട്. ഇത് തികച്ചും അസംബന്ധവും അടിസ്ഥാനരഹിതവുമാണെന്ന് പാക് സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് പുറത്തുവന്ന വാർത്തകൾ വിശദമാക്കുന്നു. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെയും ഫീൽഡ് മാർഷൽ അസം മുനീറിന്റെയും സ്വിറ്റ്സർലൻഡ് സന്ദർശനം വളരെ സുഗമമായാണ് നടന്നതെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സന്ദർശന വേളയിൽ സ്വിറ്റ്സർലൻഡിന്റെയോ അമേരിക്കയുടെയോ സുരക്ഷാ സംഘങ്ങൾ യാതൊരു വിധത്തിലുമുള്ള ആശങ്കകളും പ്രകടിപ്പിച്ചിരുന്നില്ല. മാത്രമല്ല, താമസ സമയത്തടക്കം പ്രധാനമന്ത്രിയുടെയും കരസേനാ മേധാവിയുടെയും സുരക്ഷാ സംവിധാനങ്ങൾ കർശനമായി പാലിച്ചിരുന്നതായും പാക് അധികൃതർ അറിയിച്ചു. യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കെട്ടുകഥയാണ് ഈ ആരോപണമെന്ന് ഉദ്യോഗസ്ഥർ ആവർത്തിക്കുകയും ചെയ്തു. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ അടുത്ത ആഴ്ചയോടെ പുനരാരംഭിക്കുമെന്ന് പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും പ്രക്രിയകൾ പുരോഗമിക്കുകയാണെന്നും വിദേശകാര്യ വക്താവ് താഹിർ അദ്രാബി വ്യക്തമാക്കി. സമാധാനം പുനഃസ്ഥാപിക്കുന്നത് ലക്ഷ്യമിട്ട് കഴിഞ്ഞ ആഴ്ച ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായി സ്വിറ്റ്സർലൻഡിലെ ബർഗൻസ്റ്റോക്കിൽ വെച്ച് ഇരു രാജ്യങ്ങളും സാങ്കേതിക തല ചർച്ചകളും നടത്തി. മധ്യസ്ഥരും ധാരണാപത്രത്തിന്റെ ഗ്യാരന്റർമാരുമായ പാകിസ്ഥാൻ, ഖത്തർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ച നടത്തിയത്. 60 ദിവസത്തിനകം അന്തിമ സമാധാന കരാറിലെത്തുന്നതിനുള്ള റോഡ് മാപ്പിന് ഈ ചർച്ചയിൽ രൂപം നൽകുകയും ചെയ്തു. എന്നാൽ ചർച്ച മുന്നേറുന്നതിനിടെ US പ്രസിഡന്റ് നടത്തിയ ഭീഷണികളും വിവാദ പ്രസ്താവനകളും തിരിച്ചടിയായിരുന്നു. ചർച്ചകൾ പാതി വഴി നിർത്തി ഇറാൻ സംഘം മടങ്ങുകയും ചെയ്തു. ചർച്ചകളിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് താൽക്കാലികമായ ഒരു ഇടവേള മാത്രമാണെന്നും അടുത്ത ചൊവ്വാഴ്ചയോടെ ചർച്ചകൾ പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്രാബി വ്യക്തമാക്കി. എന്നാൽ ചർച്ചകൾ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയോ ഇറാനോ ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.